ഹലോ, വെൽക്കം ടു മാക്കോ ദ മിസ്റ്റീരിയസ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഭാവിയെപ്പറ്റി, വരാൻ പോകുന്ന നാളുകളെപ്പറ്റി വ്യാകുലപ്പെടാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ വസിക്കുന്ന ഭൂമിയെപ്പറ്റി ഈ ചിന്ത നമുക്കുണ്ടാകാറുണ്ടോ? ഇല്ല എന്ന് തന്നെയായിരിക്കാം ഭൂരിഭാഗം ആളുകളുടെ ഉത്തരം. നമ്മുടെ ഭൂമിയുടെ ഭാവി കാലം 100% സുരക്ഷിതമാണോ? ഇതിനുള്ള ശാസ്ത്രജ്ഞരുടെ ഉത്തരം 100% സുരക്ഷിതം അല്ല എന്നാണ്. ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള 4 ഭീമൻ പ്രകൃതി ദുരന്തങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കിയാലോ. ഒന്നാമത്തേത് യെല്ലോ സ്റ്റോൺ സൂപ്പർ വോൾക്കാനോ. US-ലെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്കിലുള്ള ഒരു അഗ്നിപർവ്വതമാണിത്. ഏകദേശം 6 ലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായി ഇത് പൊട്ടിത്തെറിച്ചത്. കൃത്യമായി പറയുകയാണെങ്കിൽ 6,31,000 വർഷങ്ങൾക്ക് മുൻപ്. അത് ഹിമയുഗകാലമായിരുന്നു, ഐസ് ഏജ്. അന്നത്തെ കാലാവസ്ഥ ഇന്നത്തേക്കാൾ തണുപ്പുള്ളതായിരുന്നു. എന്നാൽ അന്നും ഒരു മനുഷ്യവർഗം നിലനിന്നിരുന്നു. നമുക്കെല്ലാം അറിയുന്ന നിയാണ്ടർതാലുകൾക്ക് മുൻപേ ജീവിച്ചിരുന്നവർ, ഹോമോ ഹേഡൽ ബർഗൻസിസ്. എന്നാൽ ഇവർ മാത്രമല്ല, മറ്റു ചില ജീവികളും ഉണ്ടായിരുന്നു. മാമത്തുകൾ, സേബ്ര ടൂത്ത് കടുവകൾ, അതായത് വലിയ വാള് പോലുള്ള പല്ലുകളുള്ള മാംസഭോജികൾ, ഗുഹക്കരടികൾ, വലിയ ഇരപിടിയൻ പക്ഷികൾ, ഇവയൊക്കെ അന്നുണ്ടായിരുന്നു. അന്നത്തെ ഈ അഗ്നിപർവ്വത സ്ഫോടനത്തിൽ വലിയ തോതിലുള്ള ചാരവും വാതകങ്ങളും അന്തരീക്ഷത്തിലേക്ക് പടർന്നു. മാസങ്ങളോളം സൂര്യപ്രകാശം കുറയുകയും കാലാവസ്ഥയിൽ കുത്തനെയുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ കാലാവസ്ഥാ വ്യതിയാനം പല ജീവിവർഗങ്ങളുടെയും സസ്യജാലങ്ങളുടെയും വംശനാശത്തിന് കാരണമായെന്ന് ഇന്നും ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നുണ്ട്. ഇനി ഇതുപോലൊരു സ്ഫോടനം സംഭവിക്കുകയാണെങ്കിൽ, ഇതേ രീതിയിലുള്ള കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുകയും മനുഷ്യ ജീവിതം തന്നെ ദുരിതപൂർണമാകാനുള്ള സാധ്യതകൾ ശാസ്ത്രജ്ഞന്മാർ തള്ളിക്കളയുന്നില്ല. ഇത് ഇവിടെ പറയാനുള്ള കാരണം, ഈ അടുത്ത് യെല്ലോ സ്റ്റോണിൽ നിരന്തരമായ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഒരു സൂപ്പർ സ്ഫോടനത്തിന്റെ അടയാളമാണെന്ന് ശാസ്ത്രജ്ഞന്മാർ കരുതുന്നില്ല. അതിനുള്ള കാരണം അവർ പറയുന്നത്, 6 ലക്ഷം വർഷങ്ങൾക്ക് മുൻപെയാണ് ഇതിന് തൊട്ടു മുൻപേ ഉള്ള അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായത്. അതൊരു വലിയൊരു ടൈം ഗ്യാപ്പ് ഈ 2 സ്ഫോടനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ വിശ്വസിക്കുന്നു. അതായത് ഇനിയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഇനിയൊരു സ്ഫോടനം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ദുരന്തം നോക്കാം. ഒരു ഭീമൻ ഉൽക്കാപതനം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10 കിലോമീറ്റർ വീതിയുള്ള ഒരു പാറ ആയിരക്കണക്കിന് ആണവ ബോംബുകളുടെ ശക്തിയോടെ ഭൂമിയിലേക്ക് ഇടിച്ചു വീണാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഭൂമിയുടെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട്. ദിനോസോറുകളുടെ വംശനാശം സംഭവിച്ച ആ ദിവസം, ഏകദേശം 6.6 കോടി വർഷങ്ങൾക്ക് മുൻപ്. ഇതും സംഭവിക്കാവുന്ന ഒരു കാര്യം മാത്രമാണ്. ചരിത്രം ആവർത്തിച്ചാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും നമ്മുടെ ഭൂമിയുടെ. ഭീമൻ ഉൽക്കകൾ അപൂർവമാണെങ്കിലും അവയുടെ സ്വാധീനം വളരെ വലുതാണ്. അറിവും മുന്നൊരുക്കവും മാത്രമാണ് നമ്മുടെ ശക്തി. ഇങ്ങനെ ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു സാഹചര്യത്തെ ശാസ്ത്രജ്ഞന്മാർ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടുമില്ല. ഉൽക്കകൾ സെക്കൻഡിൽ 20 മുതൽ 30 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. വെടിയുണ്ടയേക്കാൾ ലക്ഷക്കണക്കിന് മടങ്ങ് വേഗം. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ, ഒരു ചെറിയ ഉൽക്ക ഭൂമിയിൽ വന്ന് ഇടിച്ചു വീണു എന്ന് വിചാരിക്കുക, ഒരു നഗരം പൂർണ്ണമായി നശിക്കും. ഒരു വലിയ ഉൽക്കയാണെങ്കിലോ ഒരു ഭൂഖണ്ഡം. ഇനി ഒരു ഭീമൻ ഉൽക്കയെ വീണതെങ്കിലോ ഈ ഭൂമി പൂർണ്ണമായും നശിക്കപ്പെട്ടേക്കാം. അതായത് ഒരു ഉൽക്ക വീണാൽ അതിന്റെ ഫലമായി ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനം, മെഗാ സുനാമി, തീപിടുത്തം, ഇതെല്ലാം ഉണ്ടാവും. ഇനി ഇതിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. ഈ ഉൽക്കാപതനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പൊടിപടലങ്ങൾ മൂലം സൂര്യപ്രകാശം ഒരുപാട് വർഷത്തേക്ക് തടയപ്പെടും. ഭൂമി പൂർണ്ണമായും ഇരുട്ടിലാകും. ഒരു ജീവജാലത്തിനും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല. അതുകൊണ്ടാണ് നാസ, ESA പോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ ഭൂമിയുടെ അടുത്തുകൂടെ പോകുന്ന ഒബ്ജക്ട്സിനെ വളരെ കൃത്യമായി നിരീക്ഷിക്കുന്നത്.
2022 നാസ ഡാർട്ട് എന്നൊരു മിഷൻ നടത്തിയിരുന്നു. അതായത് ഭൂമിയെ ലക്ഷ്യം വെച്ച് വന്നിരുന്ന ഒരു ഉൽക്കയെ അതിന്റെ പാത മാറ്റിവിട്ട് ഭൂമിയെ രക്ഷിച്ചു. എന്നാൽ വരാൻ പോകുന്ന ഒരു ഭീമൻ ഉൽക്കയാണെങ്കിൽ ഇത് എത്രത്തോളം ഫലവത്താകുമെന്നുള്ള കാര്യം ഒരു ആശയക്കുഴപ്പം നൽകുന്നതാണ്. സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ദുരന്തം ഗ്ലോബൽ പാൻഡമിക് ആണ്. പാൻഡമിക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ഒരു രോഗം ലോകം മുഴുവൻ അതിവേഗത്തിൽ പടർന്ന് കോടിക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണല്ലോ പാൻഡമിക്. നമ്മുടെ ഈ കാലഘട്ടത്തിലുണ്ടായ കോവിഡ്, ആ മഹാമാരി നമ്മൾ ആരും മറക്കാനിടയില്ല. ലോകമെമ്പാടുമുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 70 ലക്ഷം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ WHO നടത്തിയ പല പഠനങ്ങളും പുറത്തുവിടുന്ന റിപ്പോർട്ട് പ്രകാരം 1.5 കോടിക്കും 2 കോടിക്കും ഇടയിലായിരിക്കും ഇതെന്നാണ് പറയുന്നത്. കാരണം പല രാജ്യങ്ങളും മുഴുവൻ കേസുകളും രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇതല്ല ഭൂമിയിലുണ്ടായ ഏറ്റവും വലിയ പാൻഡമിക്. 1347, 1351 കാലഘട്ടത്തിൽ ആ കാലത്തെ ലോക ജനസംഖ്യയുടെ 30 മുതൽ 60% വരെ ഇല്ലാതാക്കിയ ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ പ്ലേഗ്. ഇത് യൂറോപ്പിൽ മാത്രമല്ല, ആഫ്രിക്ക, ഏഷ്യ, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് തീർന്നില്ല. 1919 കാലത്ത് അന്നത്തെ ജനസംഖ്യയുടെ 1/3 ഏകദേശം 50 കോടി പേർ മരിക്കാനിടയാക്കിയ സ്പാനിഷ് ഫ്ലൂ. ചില ചരിത്രകാരന്മാർ പറയുന്നത് ആ സമയത്ത് രോഗബാധയും മരണവും ശരിയായിട്ടല്ല രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ്. അതിന്റെ അർത്ഥം മരണസംഖ്യ ഇതിനും എത്രയോ മുകളിലായിരിക്കുമെന്നാണ്. WHO റിപ്പോർട്ടുകൾ പ്രകാരം ഭാവിയിൽ ഡിസീസ് എക്സ് എന്ന് വിളിക്കുന്ന ഇതിലും അപകടകാരിയായ ഒരു പാൻഡമിക് വന്നേക്കാം എന്ന് പറയുന്നു. ലോകരാജ്യങ്ങളിലെ ശാസ്ത്രജ്ഞന്മാരോട് ഇതിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. ഈ WHO റിപ്പോർട്ട് പ്രകാരം ഇത് അനിമൽ ടു ഹ്യൂമൻ സ്പ്രെഡ് ഡിസീസ് ആകാനാണ് സാധ്യത കൂടുതൽ. കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റം, വനനശീകരണം, ഗ്ലോബലൈസേഷൻ എന്നിവയൊക്കെയാണ് ഇതിനുള്ള കാരണങ്ങളായി WHO ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമുക്ക് 4ാമത്തെ ദുരന്തം നോക്കിയാലോ. അതൊരു മെഗാ സുനാമിയാണ്. സുനാമി എന്ന വാക്ക് നമ്മൾ എല്ലാവരും ഒരുപാട് കേട്ടതാണ്. എന്നാൽ മെഗാ സുനാമി സാധാരണ ഭൂകമ്പം കൊണ്ട് ഉണ്ടാകാറില്ല. പകരം വലിയ അളവിൽ വെള്ളത്തിലേക്ക് ഇടിഞ്ഞു വീഴുന്ന ഭീമ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു വലിയ അഗ്നിപർവ്വതത്തിന്റെ ഭാഗം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ ഉൽക്കാപതനം ഉണ്ടാകുമ്പോൾ, ഇനി അതുമല്ലെങ്കിൽ വലിയ ഹിമശിലകൾ കടലിലേക്ക് ഇടിഞ്ഞു വീഴുമ്പോൾ, ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുനാമി സാധാരണ സുനാമിയേക്കാൾ വളരെ വലുതും അതിവേഗവും അതിശക്തവുമായ തരംഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ചിലതിന് 100 മീറ്റർ വരെ ഉയരം ഉണ്ടായേക്കാമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 30 നില കെട്ടിടത്തിന്റെ ഉയരം. 1958 അലാസ്കയിലെ ലിറ്റുവിയ ബേയിൽ ഒരു ലാൻഡ് സ്ലൈഡ് കൊണ്ടുണ്ടായ തരംഗം 524 മീറ്റർ വരെ ഉയരത്തിലായിരുന്നു. ഇതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ വെച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ സുനാമി. ഭാവിയിൽ ലാ പൽമ വോൾക്കാനിക് ഐലൻഡ് കടലിലേക്ക് വീണാൽ നമ്മുടെ അറ്റ്ലാന്റിക് ഓഷനിൽ വലിയ തരംഗങ്ങൾ ഉണ്ടാകും. ഇത് US, ആഫ്രിക്ക തീരത്ത് എത്താനുള്ള സാധ്യതയും നമ്മുടെ ശാസ്ത്രജ്ഞർ തള്ളിക്കളയുന്നില്ല. സുനാമി ഉണ്ടാകുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം അതിന്റെ വാർണിംഗ് ടൈം വളരെ കുറവായിരിക്കുമെന്നാണ്. ഈ പറഞ്ഞ ദുരന്തങ്ങളെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. ആ ഒരു സമാധാനത്തിൽ നമുക്ക് ഇന്ന് രാത്രിയും സമാധാനമായി ഉറങ്ങാം. നന്ദി.